ഹലോ ഗൈസ്, ക്രേസികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കണ്ടപ്പോൾ തന്നെ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിന്ന് നിങ്ങൾ ഊഹിച്ച മാതിരി ഇന്ന് നമ്മളൊരു ഉംറ ചെയ്യാൻ പോവാണ്. എല്ലാവരും എൻ്റെ അനിയൻ്റെയും ഈ ഒരു ഉംറ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ മക്ക റോട്ടിലോട്ട് കയറി. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് മക്കത്തേക്കും മദീനത്തേക്കും ഒക്കെ മെട്രോ പോകുന്നുണ്ട്. ആ ദൂരെ നിങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മെട്രോ നിർത്തിയിട്ടുണ്ട്. നമ്മളാ നിർത്തിയിട്ട മെട്രോ ഉണ്ടല്ലോ, അത് അവിടെ നിന്ന് വരുന്നുണ്ടോ പറഞ്ഞ് ശരിയാണ്. നമുക്ക് മുന്നിലോട്ട് പോകുമ്പോൾ ഇനി അത് കാണുമോ നോക്കാം. നമ്മളത്ര സ്പീഡിൽ തന്നെയാണല്ലേ പോണേ. അതിന് അത്ര വലിയ സ്പീഡൊന്നും ഇല്ലല്ലോ. പക്ഷേ ഈ സ്പീഡിലല്ലോ ഇപ്പൊ നമ്മളെ വേറും പോണേ. അത് കുറക്കണ്ട കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ജിദ്ദ ടൗണ് കഴിഞ്ഞു. ഇനി മക്ക എത്തുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടുള്ളൂ ഈ കടകളൊക്കെ കാണുക. പെട്രോൾ പമ്പുകൾ ഉണ്ടാവും അവിടെ, പിന്നെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ എന്താ പറയുക, ഇലക്ട്രിക്കിൻ്റെ ലൈന്. ഇതിപ്പോൾ ഒരു മരുഭൂമികളിൽ മാത്രമേ നമുക്കിങ്ങനെ പൊക്കി വിടുന്നതൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലാത്ത സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. ഇവർ റോഡിൻ്റെയും ഇതിൻ്റെ അടിയിൽ കൂടെ കടത്തി വിടും. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ ഉംറയ്ക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഉംറയ്ക്ക് പ്രധാനമായിട്ട് 4 ഫർളുകളാണുള്ളത്. ഒന്ന് ഇഹ്റാം കെട്ടലും, രണ്ടാമത്തേത് ത്വവാഫും, മൂന്നാമത്തേത് സഅയും, 4 മുടി മുറിക്കലും. അപ്പോൾ ഈ ഉംറ എന്ന് പറയുമ്പോൾ ഈ ഫർളുകൾ മാത്രമല്ല അതിൽ ഉൾപ്പെടുന്നത്, കുറേ സുന്നത്തുകളും ഉണ്ട്. സുന്നത്തുകൾ പറഞ്ഞപ്പോൾ നമുക്ക് ഇതിൽ ചൊല്ലാൻ ചിലവർ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, ചിലവർ ബുക്കുകൾ വാങ്ങും. ഈ ബുക്കുകൾ പിന്നെ ഇതിൻ്റെ ഉംറ സഅയ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുകളൊക്കെ എല്ലാ അധിക ബുക്ക് സ്റ്റാളുകളിലും ഉണ്ടാവും, മലയാളത്തിലും പല ഭാഷകളിലും. പിന്നെ നമുക്ക് തന്നെ കുറേ പ്രാർത്ഥനകളുണ്ടാവുമല്ലോ. നമ്മൾ ഈ മക്കത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്കായിട്ട് അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങൾ പറയാനൊക്കെ. അതൊക്കെ നമ്മൾ ഈ ഒരു ത്വവാഫിൻ്റെയും സഅയിൻ്റെയും ടൈമിൽ പ്രാർത്ഥിക്കണം. ഇതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്. ഇവിടെ അവർക്ക് സംശയം തോന്നിയാൽ അവർ ചെക്ക് ചെയ്യും. ഇത് ഈ കവാടം പോലെ കാണുന്നതാണ് ഹറമൈൻ ബോർഡർ. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഹറമൈൻ ബോർഡറാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഹറമൈൻ ബോർഡറിലോട്ട് എത്തി. കുറേ ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം നമ്മൾ എത്താനായി. ഇനി കുറച്ച് ദൂരം കൂടിയുള്ളൂ ഹറമിലോട്ട്.
അപ്പോൾ ഈ കാണുന്നതാണ് ഖുറാൻ ഗേറ്റ്. ഇത് രാത്രിയൊക്കെ ഇടക്ക് ലൈറ്റ് കത്തലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോഴൊന്നും ഇതുവരെ കത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഫ്രഷ് ആവാൻ ഈ ഒരു പെട്രോൾ പമ്പിൽ കയറി, ഈ ഒരു മസ്ജിദിൽ കയറി ഞങ്ങളൊന്ന് വാഷ്റൂമിലൊക്കെ പോയി വന്നു. അപ്പോൾ ഇവിടെ പെട്രോൾ പമ്പുകളിൽ ഇങ്ങനെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അവിടെ മെഡിക്കൽ ഷോപ്സ്, മസ്ജിദുകൾ, വാഷ്റൂമുകൾ, ഫുഡ് കഴിക്കാനുള്ള ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ടാവും. ഈ മരങ്ങൾക്കൊക്കെ അവർ എപ്പോഴും വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലൂടെ ഒരു പൈപ്പ് ഉണ്ടാവും, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വളരുന്നത്. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ റമദാനിന് അവിടെ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബസ്സിൽ കയറുകയാണ് ചെയ്യുക. ആ ദൂരെ ക്ലോക്ക് ടവർ കണ്ടു തുടങ്ങി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളിപ്പോൾ ഹറമിൻ്റെ അടുത്തെത്തിയെന്ന്. നമ്മൾ ഒരു പാർക്കിങ്ങിൽ നിർത്തിയിട്ട് നമ്മൾ ടാക്സി, ഇവിടുത്തെ പച്ച ടാക്സി ഉണ്ട്, ആ ടാക്സിയിൽ കയറി പോവും, അല്ലെങ്കിൽ വെള്ളിയുണ്ട്. അപ്പോൾ ഇപ്പം ഈ കാണുന്നതില്ലേ, അത് ശരിക്കും പുല്ലൊന്നും അല്ല കേട്ടോ ഗൈസ്. അതവർ ഒരു പച്ച അതോ കല്ലിനെന്തോ പെയിൻ്റ് അങ്ങനെ എന്തോ ആണ്. എനിക്ക് ശരിക്കും നോക്കിയിട്ട് മനസ്സിലായില്ല. എന്തായാലും പുല്ലല്ല. ഇപ്പം തന്നെ ഞങ്ങൾ പോവാൻ കാരണം ഉമ്മച്ചിയുടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ മക്കത്ത് വന്നിട്ടുണ്ട് ഉംറയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ കൂടി കാണാനാണ് പോകുന്നത്. അവിടെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇവിടുന്ന് മദീനത്തോട്ടൊക്കെ പോവും. പിന്നെ ഈ ഒരു റെയിൽവേ ട്രാക്ക് നമ്മൾ ആദ്യം ജിദ്ദയിൽ നിന്ന് കണ്ടിട്ട് ഇപ്പോഴാണ് കണ്ടിട്ടുള്ളത്. റോട്ടിലൊന്നും ഇതുവരെ അങ്ങനെ കണ്ടില്ല. മരുഭൂമി കൂടെ ഒക്കെ അങ്ങനെ ഇത് പോണത്. നമ്മൾ നേരത്തെ തന്നെ നോക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ ട്രാക്ക് ഒരു മലയുടെ ഇടയിൽ കൂടെ അങ്ങനെ പോയില്ലേ, അതിനി ആ ട്രെയിനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അവർക്കൊക്കെ ഷോർട്ട് കട്ട് ഏകരം. ഈ മക്കത്തത്തെ മെട്രോ സ്റ്റേഷൻ ഉള്ളത് ഈ റുസൈഫയിലാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയും വരുന്നത്. അപ്പം ഇനി നമ്മൾ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു ടാക്സി കയറിയിട്ട് മക്കത്തോട്ട് പോകണം. മക്കത്തോട്ട് കുറച്ചുള്ളൂ. അതിൻ്റെ അടുത്തെത്തി ഇതാണ് പാർക്കിങ്. കണ്ടില്ലേ ടാക്സികളൊക്കെ. ഇനി അവിടെ പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഇവിടുന്ന് വേറെ വണ്ടി കയറണം. അപ്പം ഞങ്ങൾക്കൊരു ടാക്സി കിട്ടി. ഹറമിലെത്തി. ടാക്സി കയറിയ കുറച്ചുള്ള ഹറമിലോട്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹറമാണ്. നേരെ ഫ്രണ്ടിലുള്ള ക്ലോക്ക് ടവറും ഹറം കണ്ടില്ലേ. നമ്മൾ ഇവിടെ ടാക്സി നിർത്തി അങ്ങോട്ട് ഇറങ്ങി നടക്കും. തിരക്കുണ്ടോയെന്ന് അറിയില്ല. അതിന് മുന്നേ ഞങ്ങൾ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് വന്ന ടൈമിൽ ഫുൾ ഒഴിവായിരുന്നു. ഹജ്ജിൻ്റെ ടൈം ആയതുകൊണ്ട് ഉച്ചക്ക്. ഇപ്പോൾ തിരക്കുണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ ഉംറക്കാരൊക്കെ വന്നുകൊണ്ട് നല്ല തിരക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഹറമിലോട്ട് കയറി. അപ്പം ഇനി ഞങ്ങൾ അവരെ തപ്പി പോട്ടെ. അവരെ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ഉംറ ചെയ്യാൻ. കാരണം അവർ ഉംറ കഴിഞ്ഞ് ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ കണ്ടു. ഞങ്ങൾ മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ അകത്തോട്ട് ഉംറ ചെയ്യാൻ വേണ്ടി കയറുകയാണ്. ഈ ഫാന് നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ ഉച്ചക്കൊക്കെ വരുമ്പോൾ ഇത് നമുക്ക് ഹ്യൂമിഡിറ്റി ഉണ്ടാകുമ്പോൾ നല്ല ഒരു ആശ്വാസമാണ്, ഒരു തണുപ്പുണ്ടാകുമ്പോൾ. ഇതിൽ വെള്ളമാണ് സ്പ്രേ ചെയ്യുന്നത്. അതില്ലേ ഇവിടെ ഓരോരോ തൂണുമ്മലും രണ്ട് ഫാനായിട്ട് ഇതിങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ 79ാമത്തെ ഗേറ്റിലൂടെയാണ് അകത്തോട്ട് പ്രവേശിക്കുന്നത്. കൂടുതൽ വീഡിയോസ് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇത് സംസം വെള്ളം വെച്ചിരിക്കുന്ന ക്യാനാണ്. അല്ലാതെ പൈപ്പുകളിലും നമുക്ക് അകത്ത് കിട്ടും. അപ്പോൾ ഞങ്ങൾ എലിവേറ്റർ ഇറങ്ങി താഴത്തോട്ടെത്തി. കഅബ മുന്നിൽ കാണുന്നു. ഓഫ് ചെയ്യട്ടെ.
അവിടെ മുകളിൽ ഒരാൾ കഅബ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ത്വാഫ് കഴിഞ്ഞിട്ട് സഴി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ കാണുന്നതാണ് സഫാ മല. അങ്ങനെ അപ്പോൾ സഴി കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഒന്നുകൂടിയും ഹറമിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടി. ഇതാണ് മക്കാമുൽ ഇബ്രാഹിം. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു കാൽപാദമാണ് ഇബ്രാഹിം നബി ൻ്റെ കാൽപാദം. അപ്പോൾ ഞങ്ങളെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഹറമിൻ്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി നടക്കുകയാണ്. പിന്നെ അവിടുന്ന് ഇനി ഞങ്ങൾക്ക് ടാക്സി കയറണം ആ പാർക്കിങ്ങിലോട്ട്. അവിടുന്ന് ഇനി ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്നെങ്കിൽ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ വീട്ടിലോട്ട് നേരെ പോകണം. സമയം കുറച്ച് വൈകിട്ടുണ്ട്. കാരണം ഞങ്ങൾ മഗ്‌രിബിക്ക് തുടങ്ങാമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ ആ സമയത്ത് മഗ്‌രിബി ഞങ്ങളവിടെ നടന്നെത്തിയപ്പോഴത്തേന് ഏഷ്യ ബാങ്ക് ഏകദേശം കൊടുക്കാനായിരുന്നു. അപ്പോൾ പിന്നെ അവർ താഴത്തോട്ട് ഉമ്മച്ചിനെ ഒന്നും ഇറക്കി വിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏഷ്യ നമസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതി. അപ്പം ഇനി ഞങ്ങൾ ടാക്സി ഉള്ള ഭാഗത്തോട്ട് പോകട്ടെ നടന്ന്. ഇനി അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ടാക്സി കയറണം ആ പാർക്കിങ്ങിലോട്ട്. ആ ദൂരത്ത് ആ ലൈറ്റ് കാണുന്നില്ല ഞങ്ങൾ, അവിടെയാണ് നമ്മൾ ടാക്സി ഇങ്ങോട്ട് വന്നപ്പോൾ ഇറങ്ങിയത്. ഇനി അങ്ങോട്ട് പോകുന്നതും അവിടുന്ന് തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഇനി അവിടുന്ന് നമ്മുടെ കാർ പാർക്കിങ്ങിലോട്ട് നേരെ പോയിട്ട് അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ടാക്സി കിട്ടി. അപ്പോൾ ഞങ്ങൾ ഹറമിൽ നിന്ന് പോവാണ്. പോകുമ്പോൾ മനസ്സിന് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ്സൊക്കെ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് പോകണം എന്നിങ്ങനെ ഉള്ളൊരു ഇതിലാണ്. ഇത് ഇവിടുത്തെ ബസ്സുകൾ നമുക്ക് ഫ്രീ ആയിട്ട് അതിൽ നമുക്ക് യാത്ര ചെയ്യാം. ഇപ്പം നമ്മൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കി പോവാണ്. ഞങ്ങൾ അൽബൈക്ക് ഇതാക്കിക്കണു. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. ഞാൻ പറഞ്ഞില്ലേ മക്കത്തത്തെ, അത് ഇതാണ്. ഇങ്ങോട്ടാണ് ആ ട്രെയിനൊക്കെ വരൽ. ഞങ്ങൾ ഓരോരോ സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ അൽബൈക്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം. ഇപ്പോൾ നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചിറങ്ങി. ദൂരേന്ന് ക്ലോക്ക് ടവറിൻ്റെ നൈറ്റ് വ്യൂ നോക്കി ഗൈസ്. ഇപ്പം നമ്മൾ ഏകദേശം ആ ഖുറാൻ ഗേറ്റിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. കുറച്ചുകൂടി പോയാൽ ഖുറാൻ ഗേറ്റിൻ്റെ അവിടെ എത്തും. പിന്നെ വീട്ടിലോട്ടുള്ള മക്ക റോഡ്. ആ വണ്ടി നോക്കുക ഗൈസ്. നമ്മുടെ ഇവിടുത്തെ ഇവിടെ നിറയെ ഉണ്ടാവും റോട്ടിലൂടെ അങ്ങനത്തെ വണ്ടികൾ. പാർക്കിലോട്ടൊക്കെ പോയാൽ കുറേ അവിടെ നിർത്തിയിട്ടിട്ടുള്ളതും ഒക്കെ കാണാം. ഈ സൈഡിൽ കാണുന്നത് ഈത്തപ്പഴ മരങ്ങളാണ്. ചിലതൊക്കെ അങ്ങനെ പൂട്ട് നിൽക്കുന്നുണ്ട്, ചിലത് ഒന്നാതെ ചെറുത് ഒക്കെ ഉണ്ട്. മക്കത്തൊക്കെ പോയി വരുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും പോകാൻ പറ്റണമെന്നാണ് പ്രാർത്ഥന. എല്ലാവർക്കും പറ്റട്ടെ. പിന്നെ എൻ്റെ വീഡിയോസിന് ഫസ്റ്റത്തെ വീഡിയോക്കൊക്കെ നല്ല വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഫാമിലി പോലെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോസ് പറ്റുന്നത്രത്തോളം ഷെയർ ചെയ്യുക. പകലേറെ സൗദി കാണാൻ രാത്രിയാണ് രസം, ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഖുറാൻ ഗേറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഏകദേശം.
ഇനി കുറച്ചുകൂടി ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഖുറാൻ ഗേറ്റ് കടന്നാൽ പിന്നെ ബോർഡറും അത് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് പെട്ടെന്ന് എത്തൂലേ. അപ്പം ഇനി അവിടുന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകുമ്പോൾ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, അവിടെ ഇതും ഉണ്ടാവലില്ല, സാധാ പോലെ നമുക്ക് പോവാം. ഞാൻ ബോർഡർ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനൊരു എന്തോ ഒരു ഫീലിംഗ് വരും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതുവരെ മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ നമ്മൾ മക്കത്ത് പോയിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോഴുള്ളൊരു ഇതാവാം. അങ്ങനെ ഖുറാൻ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഇത് രാത്രി ചില സമയത്ത് ഇത് ലൈറ്റ് കത്തലുണ്ട്, ചില ടൈമിൽ കത്തലില്ല. ഞങ്ങൾ പോകുമ്പോൾ ഇതുവരെ കത്തില്ല. പിന്നെ വീഡിയോസിലൊക്കെയാണ് ഇത് ലൈറ്റ് കത്തണത് കാണുന്നത്. എന്താന്നാവോ ചില ദിവസം ഇതിന് ലൈറ്റേ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എന്താന്നാവോ. ഇതാണ് ചെക്ക് പോസ്റ്റ് കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒന്നുമില്ല, അവിടെ മാത്രമേ ഉള്ളൂ ചെക്കിങ്. ചില വരി ഭയങ്കര ബ്ലോക്ക് ആക്കരം, ചിലത് ഇതേക്കരം. ഇനി എന്തായാലും ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. കൂടുതൽ വീഡിയോസൊന്നും ഞാൻ ഉൾക്കൊള്ളിക്കണില്ല, കാരണം അങ്ങോട്ട് പോയപ്പോൾ ഉള്ള വഴി തന്നെയാണ്, പിന്നെ റോഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വല്ല വീഡിയോസും ഞാൻ ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അള്ളാഹു നല്ലത് വരുത്തട്ടെ. ബൈ.